സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കേണ്ട ഫാക്ട്സുമാണ്. ഇത് PSC ബുള്ളറ്റിന് പ്രത്യേകം തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആൽബർട്ട് സാബിനാണ്. ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? ആൽബർട്ട് സാബിൻ. രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് ലിസ്റ്റർ ആണ്. രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോസഫ് ലിസ്റ്റർ. പെൻസിലിൻ കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെൻസിലിൻ കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ക്ഷയരോഗാണുക്കളെ കണ്ടെത്തിയത് റോബർട്ട് കോക്ക് ആണ്. ക്ഷയരോഗാണുക്കളെ കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് കോക്ക്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് ഇ സാൽക്കാണ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ മെന്റൽ ആണ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രിഗർ മെന്റൽ. ആധുനിക അനാട്ടമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻഡ്രി വെസേലിയസ് ആണ് ആധുനിക അനാട്ടമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആൽബർട്ട് സാബിൻ ആണ്. രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് ലിസ്റ്റർ ആണ്. പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ക്ഷയരോഗാണുക്കളെ കണ്ടെത്തിയത് റോബർട്ട് കോക്ക്. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് ഇ സാൽക്ക്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെന്റൽ. ആധുനിക അനാട്ടമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻഡ്രി വെസേലിയസ്. അടുത്ത ചോദ്യം, ONVയുടെ ഒരു കൃതി. ദാഹിക്കുന്ന പാനപാത്രം ആരുടെ കൃതിയാണ്? ONVയുടെ കൃതിയാണ് ദാഹിക്കുന്ന പാനപാത്രം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതിയിലെ വരികളാണ് ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതിയിലെ വരികളാണ് തന്നിരിക്കുന്നത്. ഇനി, ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. അതും അദ്ദേഹത്തിന്റെ വരികളാണ്. മോഹം. ഇനി ONV കുറുപ്പിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നിശലഭങ്ങൾ, അതുപോലെ അപരാഹനം, മരുഭൂമി, മയിൽപീലി, ഉപ്പ്, ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം. ഉപ്പൊക്കെ സ്ഥിരം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ONV കുറുപ്പിന്റെ രചനകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവിടെ തന്നിരിക്കുന്നത്? അഗ്നിശലഭങ്ങൾ, അപരാഹനം, മരുഭൂമി, മയിൽപീലി, ഉപ്പ്, ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം എന്നിവയെല്ലാം ONV കുറുപ്പിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇനി ONVക്ക് 2007 ജ്ഞാനപീഠം ലഭിച്ചു. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ONV കുറുപ്പിന് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 2008 അപ്പം ഈ വർഷം ഓർത്ത് വെക്കണം. ONVക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? 2007. അടുത്തത്, വയലാർ രാമവർമ്മയുടെ പ്രശസ്ത രചനകളാണ് ആത്മാവിൽ ഒരു ചിത, ആയിഷ, സർഗസംഗീതം, താടക, പാദമുദ്രകൾ, മുളങ്കാട്, എനിക്ക് മരണമില്ല എന്നിവ. ഇത് ആരുടെ കൃതികളാണ്? വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ രചനകളാണ്. ആത്മാവിൽ ഒരു ചിത, ആയിഷ, സർഗസംഗീതം, താടക, പാദമുദ്രകൾ, മുളങ്കാട്, എനിക്ക് മരണമില്ല എന്നിവ. വയലാർ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥമാണ് പുരുഷാന്തരങ്ങളിലൂടെ. അപ്പൊ പുരുഷാന്തരങ്ങളിലൂടെ എന്നത് ആരുടെ കൃതിയാണ്? വയലാറിന്റെ കൃതിയാണ്.
ഏത് തരത്തിലുള്ള കൃതിയാണ്? യാത്രാ വിവരണ ഗ്രന്ഥമാണ്. വയലാർ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? പുരുഷാന്തരങ്ങളിലൂടെ. ഇനി ശാരദ എന്ന കൃതി ആരുടേതാണ്? ഓ ചന്തുമേനോന്റേതാണ് ശാരദ. ശാരദ ആരുടെ കൃതിയാണ്? ഓ ചന്തുമേനോൻ. ചന്ദനക്കട്ടിൽ രചിച്ചത്? ചന്ദനക്കട്ടിൽ എന്നത് ജി ശങ്കരക്കുറുപ്പിന്റെ കൃതിയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ഒരാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ഇവ വയലാറിന്റെ വരികളാണ്. ഇത് ആരുടെ വരികളാണ്? വയലാറിന്റെ വരികളാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. തന്നിരിക്കുന്നതിൽ ONV ഒരു കൃതി, ദാഹിക്കുന്ന പാനപാത്രം ആരുടെ കൃതിയാണ്? ONV കുറുപ്പിന്റെ കൃതിയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി, ഇതു നിന്റെ ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ എന്നെ കുറിച്ച ഗീതം. ഇത് ONV കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതിയിലെ വരികളാണ്. അതുപോലെ ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം, ONV കുറുപ്പിന്റെ വരികളാണ്. മോഹം. അടുത്തത് ONV കുറുപ്പിന്റെ പ്രധാനപ്പെട്ട രചനകൾ: അഗ്നിശലഭങ്ങൾ, അപരാഹനം, മരുഭൂമി, മയിൽപീലി, ഉപ്പ്, ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം. ഇനി ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? 2007 ആണ്. ഇനി തന്നിരിക്കുന്നത് വയലാർ രാമവർമ്മയുടെ പ്രശസ്തമായ രചനകളാണ്: ആത്മാവിലൊരു ചിത, ആയിഷ, സർഗ സംഗീതം, താടക, പാദമുദ്രകൾ, മുളങ്കാട്, എനിക്ക് മരണമില്ല എന്നിവ. ഇനി വയലാർ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പുരുഷാന്തരങ്ങളിലൂടെ എന്നതാണ്. ശാരദ എന്ന കൃതി ആരുടേതാണ്? ഓ ചന്തുമേനോന്റേതാണ്. ചന്ദനക്കട്ടിലോ? ജി ശങ്കരക്കുറുപ്പ്. അടുത്തത് സ്നേഹിക്കയില്ല ഞാൻ നോവും ഒരാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ഇത് ആരുടെ വരികളാണ്? വയലാറിന്റെ വരികളാണ്. അടുത്ത ചോദ്യം: പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? പ്ലാസി യുദ്ധം നടന്നത് 1757 പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഇനി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് എന്ന് ചോദിക്കാം. പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത് പ്ലാസി യുദ്ധം. റോബർട്ട് ക്ലൈവും ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയും തമ്മിലായിരുന്നു 1757 ജൂൺ 23 പ്ലാസി യുദ്ധം. സിറാജ് ഉദ്ദൗള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അപ്പൊ പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? റോബർട്ട് ക്ലൈവും അതുപോലെ ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയും തമ്മിലായിരുന്നു പ്ലാസി യുദ്ധം നടന്നത്. സിറാജ് ഉദ്ദൗള യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അപ്പൊ പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആരാണ്? സിറാജ് ഉദ്ദൗളയാണ്. യുദ്ധസമയത്ത് തടവിലാക്കപ്പെട്ട 146 ബ്രിട്ടീഷുകാരിൽ 123 പേർ ശ്വാസം കിട്ടാതെ കൊല്ലപ്പെട്ട സംഭവത്തെ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നറിയപ്പെട്ടു. ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്താണ്? പ്ലാസി യുദ്ധസമയത്ത് തടവിലാക്കപ്പെട്ട 146 ബ്രിട്ടീഷ് തടവുകാരിൽ 123 പേര് ശ്വാസം കിട്ടാതെ കൊല്ലപ്പെട്ട സംഭവമാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് അറിയപ്പെടുന്നത്. പ്ലാസി യുദ്ധത്തിനു ശേഷം മിർ ജാഫർ ബംഗാളിന്റെ നവാബായി. റോബർട്ട് ക്ലൈവ് ആദ്യ ഗവർണറുമായി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധിയായി ഗവർണർ ജനറലിനു പകരം വൈസ്രോയി വന്നു. 1858 രാജ്ഞിയുടെ വിളംബരത്തിലൂടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ ഭരണം അവസാനിക്കുകയും ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയും ചെയ്തു. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858. അപ്പം ഇന്ത്യൻ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തത് ഏത് വർഷമാണ്? 1858. അപ്പം 1858 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമാണ് കാനിങ് പ്രഭു. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആര്? കാനിങ് പ്രഭുവാണ്. അപ്പം ആദ്യത്തെ വൈസ്രോയ് ആര്? കാനിങ് പ്രഭുവാണ്. ഒന്നുകൂടി നോക്കാം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയത് ഏത് യുദ്ധമാണ് എന്ന് ചോദിച്ചാൽ പ്ലാസി യുദ്ധമാണ്.
പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? റോബർട്ട് ക്ലൈവും ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയും തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെട്ടത് സിറാജ് ഉദ്ദൗളയാണ്. പിന്നെ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്താണ്? യുദ്ധസമയത്ത് തടവിലാക്കപ്പെട്ട 146 ബ്രിട്ടീഷ് തടവുകാരിൽ 123 പേര് ശ്വാസം കിട്ടാതെ കൊല്ലപ്പെട്ട സംഭവമാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിന്റെ നവാബായതാരാണ്? മിർ ജാഫറാണ്. മിർ ജാഫർ. അതുപോലെ റോബർട്ട് ക്ലൈവ് ആദ്യത്തെ ഗവർണറുമായി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധിയായി ഗവർണർ ജനറലിനു പകരം വൈസ്രോയി വന്നു. അപ്പോൾ ഗവർണർ ജനറൽ എന്നതിനു പകരമായിട്ട് വൈസ്രോയി വന്നതും പ്ലാസി യുദ്ധത്തിന് ശേഷമാണ്. അതുപോലെ 1858 രാജ്ഞിയുടെ വിളംബരത്തിലൂടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ ഭരണം അവസാനിപ്പിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞി ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. അതുപോലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം കൂടിയ സ്ഥലം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം കൂടിയത് എവിടെയാണ്? ബോംബെയിലാണ്. ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ഇനി 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885 സ്ഥിരം വരുന്നതാണ്. 1885 ഡിസംബർ 28. കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 72 പേരാണ് പങ്കെടുത്തത്. കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജി സുബ്രഹ്മണ്യയ്യരാണ്. ജി സുബ്രഹ്മണ്യൻ അയ്യരാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാണ്? ഡഫറിൻ പ്രഭുവാണ്. ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം അല്ലെങ്കിൽ എഒ ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറി ആരാണ്? എഒ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നത് എഒ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദിയിലാണ് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളന വേദി മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പുനെയാണ്. പ്ലേഗ് മൂലമാണ് ഇത് മുംബൈയിലേക്ക് മാറ്റിയത്. ഇതും ചോദിക്കാറുള്ളതാണ്. ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പുനെയാണ്. അപ്പോൾ പ്ലേഗ് മൂലം അത് മുംബൈയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി ആരാണ്? C ശങ്കരനാണ്. ഇതിലെ ഓരോ പോയിന്റ്സും PSC ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാ പോയിന്റ്സും പഠിച്ചിരിക്കണം. കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വിദേശ വനിത ആനി ബസന്റ്. കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യത്തെ വിദേശ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനം. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ സമ്മേളനം. 1924 ബൽഗാം സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് ആരാണ്? ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി അധ്യക്ഷനായ സമ്മേളനം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ബൽഗാം സമ്മേളനമാണ് 1924. 1929 ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നത് ആരാണ്? നെഹ്റുവാണ്. നെഹ്റുവാണ് 1929 ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭുവാണ്. അപ്പം മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നറിയപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ ആരായിരുന്നു? GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിത കാദംബരി പണ്ഡിറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിത ആരാണ്? കാദംബരി പണ്ഡിറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും വേർപിരിഞ്ഞപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. റാഷ് ബിഹാരി ഘോഷ്.
നമുക്കൊന്നുകൂടി നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം കൂടിയ സ്ഥലം ഏതാണ്? ബോംബെയാണ്. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്. കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരാണ്. കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യൻ അയ്യരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയ് ഡഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം അല്ലെങ്കിൽ എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? എ.ഒ. ഹ്യൂം. സെക്രട്ടറി എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി എവിടെയായിരുന്നു? മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അത് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ് മൂലമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി ആരാണ്? സി ശങ്കരൻ നായരാണ്. കോൺഗ്രസ് ഏത് അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്? കോൺഗ്രസ് അധ്യക്ഷ ആദ്യത്തെ വിദേശ വനിത ആര് എന്ന് ചോദിച്ചാൽ ആനി ബസന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനം. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ സമ്മേളനം. 1924 ബെൽഗാം സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ഗാന്ധിജി. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഡഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ ആരാണ്? GP പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിത ആരാണ്? കാദംബരി പണ്ഡിറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും വേർപിരിഞ്ഞപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ്. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ജാലിയൻ വാലാബാഗ് എവിടെയാണ്? പഞ്ചാബിലാണ്. ജാലിയൻ വാലാബാഗ് ഏത് സ്ഥലത്താണ്? പഞ്ചാബിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥനാരായിരുന്നു? ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരാണ്? മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ഉപേക്ഷിച്ച ബഹുമതി കൈസർ ഇ ഹിന്ദ് ആണ്. എന്തിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ഉപേക്ഷിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ്. സരോജിനി നായിഡു കൈസർ ഇ ഹിന്ദ്, ടാഗോർ സർ പദവി, സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് പദവികൾ ഉപേക്ഷിച്ചു. അപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോട് പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന പദവി സരോജിനി നായിഡു ഉപേക്ഷിച്ചു. അതുപോലെ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് പദവികൾ ഉപേക്ഷിച്ചു. അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാലിയൻ വാലാബാഗിലാണ്. അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാലിയൻ വാലാബാഗ്. ഒന്നും കൂടി, ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ ആരാണ്? ജനറൽ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ഉപേക്ഷിച്ച ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. സരോജിനി നായിഡു ഉപേക്ഷിച്ചത് കൈസർ ഇ ഹിന്ദ്. ടാഗോർ സർ പദവി, സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് പദവികൾ ഉപേക്ഷിച്ചു. അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാലിയൻ വാലാബാഗിലാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്